ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഏറ്റവും മികച്ച ഒരു ഫോൺ, അതായത് ഏറ്റവും മികച്ച ബിൽഡ് ക്വാളിറ്റി, ഏറ്റവും മികച്ച ഡിസ്പ്ലേ, ഏറ്റവും മികച്ച ക്യാമറ, 8K 4K ഫ്രണ്ട് ക്യാമറ അടക്കം 4K എല്ലാ തരത്തിലുള്ള ക്യാമറ ഫീച്ചേഴ്സും വിത്ത് ഹൈ ക്വാളിറ്റി, ഏറ്റവും നല്ല വയർലെസ് ചാർജിങ് അടക്കമുള്ള എല്ലാ ചാർജിങ് സംവിധാനങ്ങളും അടക്കം ഒരു മികച്ച ഫോൺ വിത്ത് കോമ്പാക്ട് സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് S22. ഒരു രാജാവിന്റെ മകൻ എന്ന് പറയാം. രാജാവ് ഓൾറെഡി S22 അൾട്രയല്ലേ, നമ്മൾ അതും പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ഇത് രാജാവിന്റെ മകൻ എന്ന രീതിയിൽ വേണം പറയാനല്ലേ. എന്നാലും അതൊട്ടും മോശമല്ല, കാരണം സംഗതി ഈ പറഞ്ഞ രീതിയിൽ എല്ലാ തരത്തിലും മികച്ചതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നോക്കാം. ഹായ്, അപ്പോൾ ഈ രാജാവിന്റെ മകനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഫോൺ കയ്യിലെടുത്തിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങൾ. സോ അപ്പോൾ ഇതാ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. S22 നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഒരു കോമ്പാക്റ്റ് ഫോൺ തന്നെയാണ്. കാരണം S21 ഒക്കെ ഈ ഒരു സൈസിലേക്ക് വരുമ്പോൾ അത് കോമ്പാക്റ്റ് ഡിസൈൻ ആയിരുന്നു. ഇവിടെയും അതേപോലെ തന്നെ കോമ്പാക്റ്റ് ഡിസൈൻ ആണ് നിങ്ങളിവിടെ കാണുന്ന പോലെ. ഇതാ എൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വളരെ കംഫർട്ടബിൾ ആയ കോമ്പാക്റ്റ് ഡിസൈനിലുള്ള ഒരു ഹൈ എൻഡ് ഫോണാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈവൻ പോക്കറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒതുങ്ങി നൈസായിട്ടിരുന്നോളും. ഒരു വലിയ ഫോൺ പോക്കറ്റിലിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. ഏറ്റവും കോമ്പാക്റ്റ് ആയ കംഫർട്ടബിൾ ആയ രീതിയിലുള്ള ഒരു ഫോൺ. 6.1 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ്. സോ നിങ്ങൾക്ക് ഊഹിക്കാം അപ്പോൾ അതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും എന്നുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമെൻഷനൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 7.6 mm ആണ് തിക്നെസ്, 167 ഗ്രാമാണ് വെയിറ്റ്. ഒരു തരത്തിലുള്ള ഓവർ വെയിറ്റും കാര്യങ്ങളുമില്ല. വളരെ കംഫർട്ടബിൾ ആയ ലൈറ്റ് വെയിറ്റ് ആയ ഒരു ഫോണാണ് S22. 167 ഗ്രാം എന്ന് പറയുന്നത് S22ന്റെ വെയിറ്റ് ആണ്. 22 പ്ലസിലേക്ക് വരുമ്പോൾ അത് 196 ഗ്രാമാണ്. അത് കുറച്ചുകൂടി വലിയ ഫോണാണ്, അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടിയും കൂടുതൽ വെയിറ്റ് ഉള്ള ഫോണുമാണ്. ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ സൈഡിൽ സിം ട്രേ, ഡുവൽ നാനോ സിം ആണ്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടണുകൾ, ലെഫ്റ്റ് സൈഡിൽ ക്ലീൻ ആണ്, ഒന്നുമില്ല, ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. റിയർ സൈഡിലെ ക്യാമറ മോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ S21 പോലെ തന്നെ. മെഗാപിക്സലൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മെയിൻ ക്യാമറ എന്തായാലും 50 മെഗാപിക്സലാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 മെഗാപിക്സലിന്റെയാണ് വൈഡ് ആംഗിൾ ക്യാമറ. സോ ഇങ്ങനെയാണ് റിയർ ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രണ്ടിൽ 10 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ബിൽഡ് ക്വാളിറ്റി നോക്കിയാൽ ഗൊറില്ല ഗ്ലാസ് വിറ്റസ് പ്ലസ് വരുന്നുണ്ട്. ആർമർ അലുമിനിയം ഗ്രേഡ് ഫ്രെയിമും കാര്യങ്ങളുമാണ് വരുന്നത്. IP68 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. സോ ഓവറോൾ സ്ട്രോങ് ആയ ഒരു കോമ്പാക്ട് ഡിസൈനിലുള്ള ഒരു നല്ല ഫോണാണ് S22. ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫുൾ HD ഡിസ്പ്ലേ ആണ്. 6.1 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ ആണ്. അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഡിസ്പ്ലേകളുടെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 1750 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് S22 അൾട്രയിൽ വരുന്നത്. സെയിം തന്നെ S22 പ്ലസിലും വരുന്നുണ്ട്. S22 എന്ന് പറയുന്ന ഈ മോഡലിലേക്ക് വരുമ്പോൾ 1300 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ്. സോ എല്ലാം തന്നെയും ഒരു ടോപ്പ് ലെവലിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സാംസങ് ഈ ഒരു മേഖലയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഒക്കെ ഉള്ള ഡിസ്പ്ലേ ആണ്. LTPO ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു പവറും കാര്യങ്ങളൊക്കെ ബാറ്ററിയുടെ ലെവലിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസ്പ്ലേയും ഡിസൈനും ഒക്കെ വരുന്നത്. 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ് S22-ലുള്ളത്. ബട്ട് 2+, അതായത് S22 പ്ലസിലേക്ക് വരുമ്പോൾ നമുക്ക് 6.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്, ഒരേപോലെ പവർഫുൾ ആണ്. ക്യാമറ അടുത്ത മെയിൻ ഘടകം എന്ന് പറയുന്നത് ക്യാമറയാണ്. ഗംഭീരമായ രീതിയിൽ ഇമ്പ്രൂവ് ആയിരിക്കുന്ന ഒരു ക്യാമറ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. ഇതിന്റെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറയിൽ 8K വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 8Kയുടെ വീഡിയോ സാമ്പിളാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഡീസന്റ് ക്വാളിറ്റി ഉള്ള 8K വീഡിയോ ആണ്. 24 FPS-ലാണ് നമുക്ക് ഇതിൽ 8K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. ഇത് 24 FPS-ന്റെ വീഡിയോ ആണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡോ 60 ഫ്രെയിം പെർ സെക്കൻഡോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ഇത് 4K വീഡിയോ ആണ്. അതും അങ്ങേയറ്റം മികച്ച ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും ഈ ക്യാമറ മികച്ച ക്വാളിറ്റി തരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റി. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇത് മതിയോ? ഇത് ഈ സെൽഫി ക്യാമറയുടെ, അതായത് നമ്മുടെ ഈ ഒരു ഫോണിന്റെ സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല ലൈറ്റ് ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഈ കാണുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഇതിന്റെ സെൽഫി ക്യാമറ തരിക. മൈക്കിന്റെ ക്വാളിറ്റിയും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ള ഡേ ലൈറ്റ് സിറ്റുവേഷനിൽ നമ്മൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ സെൽഫി ക്യാമറ ഈ രീതിയിൽ അടിപൊളി വീഡിയോസ് നമുക്ക് തരും. സോ ഇതിന്റെ മൈക്കിന്റെ ക്വാളിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഇതിന്റെ ക്യാമറ സെക്ഷനിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇമേജ് ക്വാളിറ്റികൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കിനി കണ്ടു നോക്കാം. ഇതാണ് ഇമേജ് ക്വാളിറ്റികൾ, മെയിൻ ക്യാമറ ഇമേജുകൾ.
പിന്നെ ഇതിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി ഇവിടെ കാണാം. വൈഡ് ആംഗിൾ ഇമേജിലേക്ക് വരുമ്പോഴും ക്വാളിറ്റിയുള്ള വൈഡ് ആംഗിൾ ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇതിനകത്ത് ഒപ്റ്റിക്കൽ സൂം ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സൂമിങ്ങിന്റെ ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നോർമൽ ഇമേജ് ആണ്. സൈഡിൽ നിങ്ങൾക്ക് 3x സൂമിന്റെ ഇമേജ് കാണാം. വേണമെങ്കിൽ അത് വിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ഡിജിറ്റൽ സൂം ചെയ്യാം. അങ്ങനെ സൂം ചെയ്യുമ്പോൾ അതാ ഇതുപോലുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. സെൽഫി ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ ഇമേജുകൾ എഡ്ജ് ഡിറ്റക്ഷൻ ആയാലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയാലും ഒക്കെ വളരെ നാച്ചുറലായിട്ടും നല്ല രീതിയിലും കിട്ടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് നമുക്ക് ഈ ഒരു സെൽഫി ക്യാമറ തരുന്നുണ്ട്. മെയിൻ ക്യാമറയുടെ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെയാണ് മെയിൻ ക്യാമറയും തരുന്നത്. സോ എന്തായാലും അതാണ് അതിൻ്റെ ക്യാമറ റിവ്യൂ എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് ക്യാമറ റിവ്യൂ. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ക്യാമറ റിവ്യൂ ചെയ്യാം. ഈ ക്യാമറയുടെ കാര്യം പറയുമ്പോൾ തന്നെ S22 പ്ലസിലും സെയിം ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. 3x ഒപ്റ്റിക്കൽ സൂമും അതേപോലെ തന്നെ 30xന്റെ സ്പേസ് സൂമും കാര്യങ്ങളും എല്ലാം S22 പ്ലസിലും സെയിം ആണ്. സോ ഏറെക്കുറെ നിങ്ങൾക്ക് നല്ല സെയിം ക്വാളിറ്റി നിങ്ങൾക്ക് S22 പ്ലസിലും എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ Agent 1 അപ്പോൾ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ടോപ്പ് പെർഫോമൻസ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. ഒരു ലാഗും കാര്യങ്ങളും ഇല്ല. ഓൾറെഡി ആൻഡ്രോയിഡ് 12 വരുന്നത്. One UI 4.1 ഉണ്ട്. അതിൻ്റെയൊക്കെ ഓവറോൾ ഒരു UI എക്സ്പീരിയൻസും ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കളർ പെലറ്റ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ S22 അൾട്രയിൽ പറഞ്ഞ പോലെ തന്നെ കളർ പെലറ്റ് ഒക്കെ ഉണ്ട്. നമ്മളിടുന്ന വാൾപേപ്പറിനനുസരിച്ച് നമുക്ക് ഐക്കൺസിൻ്റെയും കൺട്രോൾ സെൻറ്ററിൻ്റെയും ഒക്കെ കളറുകൾ മാറ്റി വേണ്ട രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്യാം. പിന്നെ സാംസങ് ഡെക്സ് പോലുള്ള സംവിധാനങ്ങൾ, സാംസങ് നോക്സ് സെക്യൂരിറ്റി, ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. നോക്സ് എന്ന പേരിൽ നമ്മുടെ ബയോമെട്രിക് സംവിധാനങ്ങളുടെ ഒക്കെ ഡാറ്റ നോക്സ് വോൾട്ടിനകത്ത് സേഫ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സെക്യൂർ ഫോൾഡർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഫയൽസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയ രീതിയിൽ സേഫ് ആക്കി എടുത്തു വയ്ക്കാനും സാധിക്കും. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് 5.2 ഉണ്ട്, വൈഫൈ ഡയറക്റ്റ്, NFC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ പെർമിഷൻ യൂസേജ് ഡാഷ്ബോർഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഏതൊക്കെ പെർമിഷൻ എടുക്കുന്നു എന്ന് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. സോ ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് ആയാലും സേഫ്റ്റി ആയാലും എല്ലാ തരത്തിലും ഒരു ഡീസൻറ്റ് സെറ്റപ്പിലാണ് ഇതിൻ്റെ പെർഫോമൻസ് ഇരിക്കുന്നത്. ഗെയിമിങ്ങിലേക്ക് വന്നാൽ Agent 1 ആണ് ഓൾറെഡി. അപ്പോൾ പിന്നെ അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനും നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല രീതിയിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ്. ഒരു തരത്തിലുള്ള ലാഗും കാര്യങ്ങളും ഇല്ല. ഓവർ ഹീറ്റിങ്ങും വരുന്നില്ല. ഞാൻ കളിച്ച് നോക്കി, ഒരു 2 മണിക്കൂറോളം കളിച്ച് നോക്കി. ഓവർ ഹീറ്റിംഗ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഹീറ്റ് ആവുന്നുണ്ട്, പക്ഷേ അത് ഒരു ഓവർ ഹീറ്റിംഗ് ആയിട്ടൊന്നും നമുക്കിതിൽ പറയാനില്ല. ഡീസൻ്റായ രീതിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ട്. 90 FPS ഇപ്പോഴേക്ക് വന്നിട്ടില്ല. വരുമായിരിക്കും. വരും ദിവസങ്ങളിൽ അപ്ഡേഷനൊക്കെ വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോഴേക്ക് ഈ ഒരു ലെവലിൽ സ്മൂത്ത് എക്സ്ട്രീം അല്ലെങ്കിൽ HDR എക്സ്ട്രീം ഒക്കെ ഇട്ടുകൊണ്ട് നൈസായിട്ട് കളിക്കാം. പിന്നെ ഇതിനകത്ത് റാം പ്ലസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് റാം കുറവാണെന്ന് തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റാം പ്ലസ് ഉപയോഗിച്ചുകൊണ്ട് 2 GB റാമോ 4 GB റാമോ അല്ലെങ്കിൽ 6 8 ഏത് അളവിൽ വേണമെങ്കിലും സ്റ്റോറേജ് ചെയ്യുന്ന സ്പേസ് എടുത്തുകൊണ്ട് റാമിലേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് ഓൾറെഡി എൻ്റെ കയ്യിലിരിക്കുന്നത് 8 GB റാം 128 GB സ്റ്റോറേജ് ആണ്. പിന്നെ ഈ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ S22 പോലെ തന്നെയാണ് 2 പ്ലസും അതേപോലെ തന്നെ അൾട്രയും. എല്ലാത്തിലും പെർഫോമൻസ് ഒരേപോലെ Agent 1 തന്നെയാണ്. സോ ടോപ്പ് പെർഫോമൻസ് ഈ 3 ഫോണുകളിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 3700 mAh ബാറ്ററിയാണ്. 3700 mAh അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. ഇത് കോമ്പാക്ട് ഫോണാണ്. 6.1 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ബാറ്ററി ലൈഫ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് വന്നില്ല. ചെറിയ ഫോൺ ആയതുകൊണ്ട് ചെറിയ ബാറ്ററി നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. വലിയ ഫോണൊക്കെ ആണെങ്കിൽ ബാറ്ററി പോരാമെന്ന് പറയാം. ബട്ട് ഇത് ഒരു ഡീസൻ്റ് ആയ ബാറ്ററിയാണ്. ഗംഭീര ബാറ്ററി ലൈഫ് എന്നല്ല, ഡീസൻ്റ് ആയിട്ട് നമുക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ട്. വേറെ ഒരു ഇഷ്യൂസും ഇല്ല. വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോൺ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ വേണമെങ്കിൽ അത്യാവശ്യം ഘട്ടത്തിൽ രീതിയിൽ നിന്ന് അത് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇയർബഡ് ഗാലക്സി ബഡ്സോ ഗാലക്സി വാച്ചോ ഒക്കെ ഇതിൻ്റെ പുറകിൽ വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. സോ ബാറ്ററിയുടെ മേഖലയിലും എല്ലാതരം സംവിധാനങ്ങളുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് S22 ബാറ്ററിയുടെ കാര്യമാണ്. S22 3700 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ്. ബട്ട് S22 പ്ലസിൽ 4500 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. അൾട്ര പോലെ തന്നെയാണ് S22 പ്ലസിലും ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ പെർഫോമൻസും നമുക്ക് ഇവിടെ കാണാം. വളരെ ഫാസ്റ്റാണ്. ഒരു തരത്തിലുള്ള ലാഗും കാര്യങ്ങളും ഇല്ല. ഫേസ് അൺലോക്ക് ആയാലും ഫിംഗർ പ്രിന്റ് സെൻസർ ആയാലും സഫീഷ്യൻ്റ് ആയ രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് S22 കാര്യങ്ങൾ. ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 8 GB റാം 128 GB സ്റ്റോറേജ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വേരിയൻറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് 72,999 രൂപയാണ്. 3 കളറിലാണ് ഇത് വരുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഫാൻറ്റം വൈറ്റ് ആണ്, ഫാൻറ്റം ബ്ലാക്കും ഫാൻറ്റം ഗ്രീനും വരുന്നുണ്ട്. സോ 3 കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ ഓവറോൾ ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും നോക്കുമ്പോൾ S22 അതേപോലെ തന്നെ 2 പ്ലസും എല്ലാം തന്നെയും ഒരു നല്ല രീതിയിൽ പ്രൈസ് ചെയ്ത ഒരു ഗുഡ് പ്രൈസിംഗ് ആണ് ഇത് നടത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഓവർ പ്രൈസ് ആയിട്ടൊന്നും ഒരിടത്തും തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ അത്രയുമാണ് സാംസങ് ഗാലക്സി S22 എന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഗംഭീരമായിട്ടുണ്ട്. നല്ലൊരു കോമ്പാറ്റബിൾ ആയ ഒരു നല്ല ഫോൺ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.